വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഉണ്ടായ സംഭവം എന്താണ് എന്നുള്ളതൊക്കെ ശാരദാമ്മ ശ്യാമയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എന്നും വഴക്കും ബഹളവും ഒക്കെയാണ്, ഇങ്ങോട്ടത്തേക്ക് തന്നെയാണ് പോകുന്നത് എന്നിങ്ങനെ ശ്യാമ വിഷമിച്ച് പറയുമ്പോൾ എന്തായാലും അവളുടെ സമയം ഒന്ന് നോക്കിക്കണം, വഴിപാട് എന്തെങ്കിലും കഴിപ്പിക്കാനുണ്ടെങ്കിൽ കഴിപ്പിക്കണം, ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ ശാരദാമ്മയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ചന്ദ്രബോസ് ആണെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. അന്നേരം ADM-നോടാണെന്ന് തോന്നുന്നു സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട്. വിഷ്ണുവിനെ ഇന്ന് അവനെ എന്തായാലും പുകച്ച് പുറത്ത് ചാടിക്കും. ആ സുബൈറിൻ്റെ ലോറിത്താവളത്തിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവൻ കാണും. അവനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇവനെ ഞാൻ വെടിവെച്ചിടും, താൻ പെഗൊക്കെ ഒഴിച്ച് കാത്തിരുന്നോ സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ വഴിയിലാണെങ്കിൽ വിഷ്ണു റോഡിൽ ഇങ്ങനെ വഴിയിൽ കുറുകെ ബൈക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ, റോഡിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു മാറി നിൽക്കുകയാണ്. അന്നേരം ഫോണിൽ ചന്ദ്രബോസ് പറയുന്നുണ്ട്, താൻ ഫോൺ വെച്ചോ, ഏതോ കുറുനരി ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസ് ആണെങ്കിൽ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ആരും ഇല്ലേടാ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പെട്ടെന്ന് ഈ ബൈക്ക് ശ്രദ്ധിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആ ബൈക്കിൽ വരുന്ന ഒരു സീൻ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇത് അവൻ്റെ തന്നെ, ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബൈക്ക് അങ്ങോട്ട് മാറ്റി ഒതുക്കി വെക്കുകയാണ്, സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചന്ദ്രബോസ് വണ്ടി എടുത്ത് പോകാനായിട്ട് ചെന്ന് ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോൾ അകത്തു നിന്നും വിഷ്ണു ചന്ദ്രബോസിൻ്റെ നെഞ്ചത്തോട്ട് ചവിട്ടുകയാണ്. ചവിട്ട് കൊണ്ട് ചന്ദ്രബോസ് ഇങ്ങനെ തറയിൽ വീഴുന്നുണ്ട്. തുടർന്ന് നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ എഴുന്നേറ്റ് ഇറങ്ങി വരികയാണ് കാറിൽ നിന്നും. അന്നേരം വിഷ്ണുവാണ്, തൂണിലും തുരുമ്പിലും ഒക്കെ വിഷ്ണു ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇപ്പോൾ നിൻ്റെ കാലനായിട്ട് നിൻ്റെ ആർക്കും വേണ്ടാത്ത ഈ ജന്മം ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ്, ഇനി നീ ഈ ഭൂമിയിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ അന്നേരമാണെങ്കിൽ ചന്ദ്രബോസ് തിരിച്ച് കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഈ കാടിൻ്റെ അപ്പുറം കൊക്കയാണ്, അവിടെ കുറേ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്നെ ഇട്ട് കൊടുത്താൽ അവരൊക്കെ സുഖമായിട്ട് അന്നദാനം കൊടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വിഷ്ണു ചിരിക്കുന്നുണ്ട്. അന്നദാനം മഹാദാനം എന്ന് തന്നെയാണ്, പക്ഷേ എൻ്റെ ശരീരത്തിന് പകരം നിൻ്റെ ശരീരമാണ് കൊടുക്കാൻ പോകുന്നത്. പോലീസിൻ്റെ സർക്കാരിൻ്റെ മുതലൊക്കെ കുറേ കാട്ട് തിന്ന് വീർപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ, അതാകുമ്പോൾ കൂടുതൽ അവർക്ക് കിട്ടും എന്നിങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ്, നേരെ തന്നെ ചോദ്യത്തിലേക്ക് വരാം, എൻ്റെ വണ്ടിയിൽ സ്പിരിറ്റ് വയ്ക്കാനായിട്ട് നീ ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വീണ്ടും ചന്ദ്രബോസ് കുറേ പഞ്ച് ഡയലോഗൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, കട്ടയ്ക്കൊന്ന് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസ് പറയുകയാണ്, നീ എന്തായാലും ചോദിച്ചില്ലേ, അപ്പോൾ ഞാൻ എന്തായാലും സത്യം പറയാൻ ഞാൻ തന്നെയാണ് വെച്ചത്, പക്ഷേ എൻ്റെ ടാർഗറ്റ് നീ ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വിഷ്ണുവിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. നിൻ്റെ ഭാര്യയില്ലേ കളക്ടർ മോള്, അവളായിരുന്നു, അവളെ പൊതിഞ്ഞു കെട്ടിയ ഭരണ കേന്ദ്രത്തിൽ നിന്നും കുറച്ച് മാറ്റി നിർത്തണമായിരുന്നു. ഇപ്പോൾ അവൾ ലോങ് ലീവിലല്ലേ, പിന്നീട് അതൊരു രാജിക്കത്തിലേക്ക് മാറും. ഇപ്പോൾ അവളുടെ ഭരണം വൈറ്റാണ്, പക്ഷേ അതിൽ ഞങ്ങൾ കുറച്ച് സ്പിരിറ്റും കൂടി അങ്ങോട്ട് കലർത്തും. അപ്പോൾ അത് പിന്നെ രാജിയായിട്ട് പിന്നെ അവൾ വീട്ടിലേക്ക് ഇരിക്കേണ്ടി വരും. പിന്നെ പോലീസിൻ്റെ മെഡൽ എൻ്റെ ഹാളിലെ സ്വീകരണ മുറിയിൽ തന്നെ വരും എന്നിങ്ങനെ പറയുമ്പോഴും വരും, നിൻ്റെ സ്വീകരണ മുറിയിൽ തന്നെ വരും, പക്ഷേ അത് നിൻ്റെ മാലയിട്ടൊരു ഫോട്ടോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ചന്ദ്രബോസിനെ അടിക്കാനായിട്ട് ഇങ്ങനെ ഇന്ന് നിൻ്റെ ജീവൻ, ആർക്കും വേണ്ടാത്ത ജീവൻ ഞാൻ അങ്ങോട്ട് എടുക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യം വരുന്ന വിഷ്ണു താൻ തന്നെയാണത് ചെയ്തതെന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോഴത്തേക്ക് വിഷ്ണു ഇങ്ങനെ കയറി നിൽക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസിനെ അടിക്കാനായിട്ട് വിഷ്ണു ഇങ്ങനെ കൈ ഓങ്ങുമ്പോൾ അത് കൈ തടുക്കുകയാണ് ചന്ദ്രബോസ്. അടുത്ത കൈയും വിഷ്ണു ഓങ്ങുമ്പോൾ അതും തടുത്തിട്ട് ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിക്കുകയാണ്. അടി കൊണ്ട് വിഷ്ണു മരത്തിലേക്ക് എടുത്തെറിയുന്നുണ്ട് വിഷ്ണുവിനെ. തുടർന്ന് വിഷ്ണുവിനെ അവിടെ നിന്ന് വലിച്ച കാറിൻ്റെ മുകളിലേക്കും വിഷ്ണുവിനെ നന്നായിട്ട് ചന്ദ്രബോസ് ആദ്യം തല്ലുന്നുണ്ട്. അടി കൊണ്ട് വിഷ്ണുവിൻ്റെ മൂക്കിൽ നിന്നും ഇങ്ങനെ ബ്ലഡൊക്കെ വരുന്നുണ്ട്. അവസാനം വിഷ്ണുവിനെ ആ കാറിനകത്തേക്കുമൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അവിടെ വെച്ച് ചന്ദ്രബോസ് ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിഷ്ണുവിനെ ആദ്യം ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുവിനെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് കാറിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ചന്ദ്രബോസ് തൻ്റെ ആ റിവോൾവർ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് സർക്കാർ റിവോൾവറാണ്, ഇതിൽ 6 ബുള്ളറ്റ് ഉണ്ട്, അതിൽ 5 ബുള്ളറ്റ് ആണെങ്കിൽ പ്രതികളെ മുട്ടിന് താഴെ വെടിവെക്കാനുള്ളതാണ്, 6ാമത്തേത് പ്രാണരക്ഷാർത്ഥം പ്രതിക്ക് നേരെ പോലീസുകാരനെ വെടിവെക്കാം. ഇവിടെ ഞാൻ റൂളൊക്കെ അങ്ങോട്ട് മറക്കുകയാണ്, ഞാൻ ആദ്യമേ നിനക്ക് തന്നെയാണ് വെടിവെക്കുന്നത്, ഇതിൽ 5 എണ്ണം ഞാൻ വെറുതെ അങ്ങ് കളയും എന്ന് പറഞ്ഞിട്ട് ആ ഒരു 5 വെടിയും പിന്നെ ചന്ദ്രബോസ് മുകളിലേക്ക് നോക്കി വയ്ക്കുകയാണ്. എന്നിട്ട് 6ാമത്തേത് വിഷ്ണുവിൻ്റെ നെഞ്ചത്തേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിൻ്റെ നെറ്റിക്ക് നേരെ ചൂണ്ടുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ കലി. എന്നിട്ട് വെക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ വെക്കടാന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് ആ ഒരു നീക്കം ചന്ദ്രബോസ് പ്രതീക്ഷിക്കുന്നില്ല. അത്രയും അടി കൊണ്ട് അവശനായിട്ട് വിഷ്ണു നിൽക്കുമ്പോൾ തിരിച്ചടിക്കുമെന്ന് ചന്ദ്രബോസ് അന്നേരം പ്രതീക്ഷിക്കുന്നില്ല. വിഷ്ണു ആ കൈയോടുകൂടി തിരിച്ചെടുക്കുകയാണ് ചന്ദ്രബോസിൻ്റെ. എന്നിട്ട് ആ മരത്തോട് ചേർത്ത് വെച്ച് ചന്ദ്രബോസിനെ നന്നായിട്ട് വിഷ്ണു പെരുമാറുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രബോസിൻ്റെ കയ്യിലിരുന്ന ആ തോക്കാണെങ്കിൽ വിഷ്ണു എടുത്ത് തൻ്റെ അരയിലേക്ക് അങ്ങ് തിരുവുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചന്ദ്രബോസിനെ നന്നായിട്ട് അടിക്കുകയാണ്, വയറിലും മുതുകത്തും തലയിലും
നെഞ്ചിനും കൈക്കും കാലിനും ഒക്കെ അടിച്ച് അവസാനം തുടയിൽ ഇങ്ങനെ അടിച്ച് ചന്ദ്രബോസിൻ്റെ തറയിലേക്ക് കിടത്തുകയാണ്. അതിനുശേഷം ചന്ദ്രബോസിൻ്റെ ഒരു കാല് വിഷ്ണു അങ്ങോട്ട് എടുത്ത് തൻ്റെ കൈക്കുള്ളിലാക്കി അങ്ങ് ഞെരിക്കുകയാണ്. എൻ്റെ കമലിനെ നീ എന്തുവാടാ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നേരം കമലിനെ ഈ ചന്ദ്രബോസ് അടിക്കുന്ന ആ സീനൊക്കെ ഇങ്ങനെ ചന്ദ്രബോസിൻ്റെ മനസ്സിൽ കൂടെ ഓടുകയാണ്. അതിന് നിൻ്റെ പിന്നെ ഇനി നീ ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് നീ എന്നെ അങ്ങ് കൊല്ലാൻ പോവുകയല്ലേ, നീ എന്നെ ഒന്ന് കൊന്നതാ, നിൻ്റെ ആയുധം നിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ വിട്ടു തരാം. ഈ വിഷ്ണു എങ്ങനെ മരിക്കണമെന്നുള്ള ആ ഒരു അവകാശം സർവേശ്വരന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഒരു നരാധമന്മാർക്കും എൻ്റെ ജീവൻ എടുക്കാനുള്ള അവകാശം ഞാൻ കൊടുത്തിട്ടില്ല. നിൻ്റെ ആയുധം നിനക്ക് തന്നെ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തൻ്റെ അരയിലിരുന്ന റിവോൾവർ ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ നീ എന്നെ ഒന്ന് കൊന്ന് താടാന്ന് പറയുകയാണ്. അന്നേരവും കാല് നന്നായിട്ട് പിടിച്ച് കറക്കിയിട്ട് അങ്ങ് ചന്ദ്രബോസിനെ എറിയുകയാണ്. അന്നേരവും വേദന കൊണ്ട് ചന്ദ്രബോസ് കിടന്ന് വിളിക്കുകയാണ്. തുടർന്ന് ആണാണെങ്കിൽ നീ കൊന്ന് താടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. അന്നേരം ചന്ദ്രബോസ് ആദ്യം ഇങ്ങനെ വേദന കൊണ്ട് കിടക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ചന്ദ്രബോസ് ആണെങ്കിൽ കിടന്ന കടവിൽ തന്നെ തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തോക്കെടുക്കുന്നുണ്ട്. എന്നിട്ട് ഡാ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവിനെ നേരെ ചൂണ്ടുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ വാശിയോടെ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല കാലിൻ്റെ വേദന കാരണം. എന്നിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ വിഷ്ണുവിനെ ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷേ അതിൽ ഉണ്ടയില്ല. അന്നേരം ചന്ദ്രബോസ് ഒന്നുകൂടി ഇത് കാഞ്ചി വലിച്ചിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലുണ്ടയില്ലാത്തതുകൊണ്ട് പൊട്ടുന്നില്ല. പക്ഷേ 5 എണ്ണമേ ചന്ദ്രബോസ് വെടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒരെണ്ണം ബാക്കി ഉണ്ടാകേണ്ടതാണ്. അന്നേരം വിഷ്ണു അങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. വിഷ്ണു പറഞ്ഞിട്ട് എന്തേ പൊട്ടുന്നില്ലേ, തോക്കും കൊണ്ട് നടന്നാൽ പോരാ, അത് സംരക്ഷിക്കാനും കൂടി അറിയണം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ചന്ദ്രബോസിൻ്റെ അടുത്ത് ഇങ്ങനെ തറയിലിരിക്കുന്നുണ്ട്, മുട്ടുകുത്തി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയണം അല്ലെങ്കിലേ ഇത് മറ്റുള്ളവരുടെ കയ്യിലിരിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തൻ്റെ കയ്യിൽ ആ ബുള്ളറ്റ് നേരത്തെ വിഷ്ണു അത് മാറ്റിയിരുന്നു, അതെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് വിഷ്ണു അതിങ്ങനെ എറിയുകയാണ്. അന്നേരം ആകെ കലിയേറുന്ന ചന്ദ്രബോസ് ആണെങ്കിൽ എന്നും പറഞ്ഞിട്ട് ആ തോക്കും അങ്ങ് വലിച്ചെറിയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ചന്ദ്രബോസ് പെട്ടെന്ന് വിഷ്ണുവിനെ കിടന്നുകൊണ്ട് തന്നെ അടിക്കാനായിട്ട് ഓങ്ങുകയാണ്. അന്നേരം നിനക്ക് ഇനിയും മതിയായില്ലേടാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് തിരിച്ചിട്ട് വീണ്ടും ചന്ദ്രബോസിനെ നെഞ്ചത്തേക്ക് വിഷ്ണു ചെരുപ്പ് കൊണ്ട് കാലുകൊണ്ട് അങ്ങ് ചവിട്ടി അരയ്ക്കുകയാണ്. അന്നേരവും ചന്ദ്രബോസ് അങ്ങ് ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്, തലയൊക്കെ അങ്ങ് കണ്ണൊക്കെ തള്ളുകയാണ് ചന്ദ്രബോസിൻ്റെ. എന്നിട്ട് വീണ്ടും 2-3 അടി ചവിട്ടുന്നുണ്ട് വിഷ്ണു. അതിനുശേഷം പോട്ടേടാ ചന്ദ്രബോസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വേദന കൊണ്ട് അവിടെ കിടക്കാനേ ചന്ദ്രബോസിന് കഴിയുന്നുള്ളൂ. അതിനുശേഷം വിഷ്ണു അങ്ങ് പോകുന്നുണ്ട്. ഈ ചന്ദ്രബോസും വിഷ്ണുവും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൽ ആദ്യം ചന്ദ്രബോസാണ് ജയിക്കുന്നതെങ്കിലും പിന്നീട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് ചന്ദ്രബോസ് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഇതേ സമയം അവിടെ രാഘവൻ നായരുടെ വീട്ടിൽ രാഘവൻ നായർ എത്തിയിട്ട് പടം വരയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ബോർഡൊക്കെ ആയിട്ട് ഇങ്ങനെ നൂർജഹാൻ വന്ന് നിൽക്കുന്നുണ്ട്, വരച്ച് തുടങ്ങുന്നുണ്ട്. അന്നേരം പിന്നെ നല്ല എന്തെങ്കിലുമൊക്കെ പ്ലസൻ്റ് ആയിട്ടുള്ള മുഖമാണ് എനിക്ക് വേണ്ടത് എന്നിങ്ങനെയൊക്കെ നൂറ് പറയുമ്പോൾ ഇതിപ്പോൾ സമയം ലാഭമായില്ലെങ്കിൽ സമയം പോകാനായിട്ട് വേറെ പിന്നെ വഴിയില്ലായിരുന്നല്ലോ. എന്നാലും വരയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. അവസാനം ഒരു മാലയിട്ട് ചുവരി തൂക്കിയാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ സങ്കടപ്പെടുന്ന കാര്യമൊന്നും പറയരുത്, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിക്കുക, പ്ലസൻ്റ് ആയിട്ടുള്ള ചിരിച്ച മുഖമാണ് വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട് അതിന് ഈശ്വരനെ എനിക്ക് ഇനി എന്താണ് തരിക, ഇതുവരെ ഇനി അനുഭവിക്കാനും ഒന്നുമില്ല, ഇതുവരെ അനുഭവിച്ചാൽ കൂടുതൽ വേണ്ടേ തരാനായിട്ട്, അതെന്തായാലും ഇനി ഈശ്വരൻ്റെ കയ്യിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാഘവൻ നായർ ആ വിഷമാവസ്ഥ പറയുമ്പോൾ നൂർജഹാൻ പറയുന്നുണ്ട് സന്തോഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, വിഷ്ണുവേട്ടൻ്റെയും ശാലിനി ചേച്ചിയുടെയും പ്രണയകാലങ്ങളും അതൊരു ഫ്ലാഷ് ബാക്ക് എന്തെങ്കിലുമൊക്കെ കാണില്ലേ എന്ന് പറയുമ്പോൾ അത് പക്ഷേ അവർ അടുത്ത് നിന്നതിനേക്കാൾ കൂടുതൽ അകന്നാണ് നിന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിന് ദൈവം അറിഞ്ഞിട്ട പേര് തന്നെയാണ്, പൗരുഷമുള്ളവനായിരുന്നു എൻ്റെ മകൻ, പിന്നെ എല്ലാവരെയും സഹായിക്കും, പക്ഷേ അവൻ്റെ ജീവിതം മാത്രം അവനിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് വിഷ്ണു ആ ഫസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ആ തിയേറ്ററിലേക്ക് ഇങ്ങനെ വരുന്നതും മാർക്കറ്റിൽ അടിയുണ്ടാക്കുന്നതും പിന്നെ ശാലിനി ആദ്യമായിട്ട് കാണുന്ന ആ സീനൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ശാലിനി നല്ല പഠിക്കാൻ മിടുക്കിയായിരുന്നു, ശാരദാമ്മയുടെ കൈപുണ്യമൊക്കെ അറിഞ്ഞ് ദൈവം കൊടുത്തായിരുന്നു, നല്ലൊരു പാചകക്കാരിയായിരുന്നു എന്നൊക്കെ ആ പാചകത്തിന് പോയത് എല്ലാമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ ജീവിതം മാത്രം കൈവിട്ടു പോയി, കൈപ്പേറിയ അനുഭവങ്ങളാണ് അവനുണ്ടായത്. കല്യാണത്തിൻ്റെ ആദ്യ നാളും എല്ലാവർക്കും സന്തോഷമല്ലായിരുന്നു, പക്ഷേ അവർ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് സുസ്മിത രോഹിത്തിനെ കൊല്ലാൻ നോക്കിയതും ആ കേസുണ്ടായതും പ്രീതിയെ ആ പാറക്കല്ലിൽ തലയിടിപ്പിച്ച അവരൊരു മലയിൽ അവിടെ പോയല്ലോ, അവിടുത്തെ ആ സീനും പിന്നെ എല്ലാം സത്യഭാമ ശാരദാമ്മയും ശാരിയെയും ശാലിനിയെയും കൂടി ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ട ആ ഒരു സീൻ ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പോകുന്നത് എല്ലാം അങ്ങ് ഓർക്കുകയാണ്. അന്നേരം അത് പറയുമ്പോൾ രാഘവൻ നായർക്ക് ആകെ അങ്ങ് വിഷമാവുന്നുണ്ട്. അന്നേരം അവൻ്റെ ജീവിതം ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ മകന് മാത്രം എന്താ ഇങ്ങനെ ഒരു ജീവിതം, ആ ജീവിതം എന്താ നൽകിയതെന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് രാഘവൻ നായർക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഈ സമയത്ത് ഫാമ വന്ന് പുറകിൽ നിൽക്കുന്നുണ്ട്, അവൻ്റെ ജീവിതം കൈവിട്ട് പോയതാണ്, ഇനി അവന്
തിരികെ അത് കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നൂറിന് വിഷമാവുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇതൊക്കെ കേട്ട് നിന്നിട്ട് അവസാനം പറയുന്നത് മാത്രമേ ശാലിനിയുടെ കാര്യം പറയുന്നതൊന്നും ഭാമ കേൾക്കുന്നില്ല. അവൻ്റെ ജീവിതം അവനായിട്ട് തന്നെ നശിപ്പിച്ചതാണ്. ഇനിയെങ്കിലും എൻ്റെ മകന് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതിയായിരുന്നു, ഉണ്ടാകും എന്നിങ്ങനെ ഭാമ ഉറപ്പിച്ച് പറയുകയാണ്. ഈ സമയത്ത് രാഘവൻ നായർ പറയുന്നുണ്ട്, ഇനി നമുക്കിത് വേറൊരു ദിവസം വരയ്ക്കാം, ഇനി ഇതിപ്പോൾ നല്ലൊരു പൂർത്തിയാക്കാനായിട്ട് പറ്റില്ല, മോളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇരുന്നത്, പിന്നീട് ഒരു ദിവസം ആക്കാമെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. ഈ സമയത്താണ് ചന്ദ്രബോസ് കുറേ പോലീസുകാരൊക്കെ ആയിട്ട് വരുന്നത്. കാറിൽ നിന്ന് ചന്ദ്രബോസ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസിന് ആകെപ്പാടെ നടക്കാനൊക്കെ ഒരു പ്രയാസം. വിഷ്ണുവിൽ നിന്ന് ഇരിപ്പത് കിട്ടിയിട്ടാണല്ലോ വരുന്നത്. എന്നിട്ട് ആ പോലീസുകാരോട് കയറി നോക്കടോ എന്ന് പറയുകയാണ്. തുടർന്ന് എല്ലാ പോലീസുകാരും കൂടി അകത്തേക്ക് ഓടി കയറുന്നുണ്ട്. അന്നേരം എന്താന്നൊക്കെ ഭാമയും രാഘവൻ നായരും ചോദിക്കുന്നുണ്ട്. അകത്ത് നിന്ന് പോലീസുകാർ കയറുന്നത് കണ്ടിട്ട് പിന്നെ പൊന്നിയും ശാന്തയും രമണപിള്ളയൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം എന്താന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ എവിടെ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ്. അന്നേരം അവനിവിടെ ഇല്ല എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറഞ്ഞ് പഠിപ്പിച്ച് വച്ചിരിക്കുന്നത്, നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് അവൻ ഈ വിധത്തിലാക്കിയത്, ACPയുടെ മൂക്കും തട്ടിപ്പറിച്ചിട്ടാണ് അവൻ്റെ ഒരു പോക്ക്, നന്നായി പരിശോധിക്കടോ, പത്തായത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പൊതിഞ്ഞ് കെട്ടി വേണം അവനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് എന്നിങ്ങനെ പോലീസുകാരോട് ചന്ദ്രബോസ് ദേഷ്യത്തോടെ പറയുമ്പോൾ ഭാമയും രാഘവൻ നായരും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് അവർക്ക് വിഷ്ണുവിനെ കിട്ടില്ല, വിഷ്ണു അവിടെ ഇല്ലല്ലോ. അതിനുശേഷമാണ് ഈ ചന്ദ്രബോസ് രണ്ടുപേരെയും കളിയാക്കിയിട്ടൊക്കെ തിരിച്ച് കുടുംബശ്രീയിലേക്ക് പോകുന്നത്. അന്നേരമാണ് ഈ ശാലിനിയാണെങ്കിൽ കമലിനെയും പുറത്തിറക്കി കൊണ്ടുവരുന്നതും. പിന്നീടാണ് ഇനി നല്ല നല്ല എപ്പിസോഡുകളൊക്കെയാണ്, അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.